കൊള്ളാം. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മാണ്ഡവി ശൃംഗാരത്തിൽ വളരെയധികം ഇഷ്ടമുള്ളവളാണെന്ന് തോന്നുന്നു. ശൃംഗാരത്തിൽ ഇത്രയും ഇഷ്ടമുള്ളവൾ തന്റെ പതിയെ പിരിഞ്ഞിരിക്കോ? ഇത് വെച്ച് തന്നെ അവളുടെ മനസ്സ് ഞാൻ മാറ്റും. മാണ്ഡവി, മാണ്ഡവി. ഓ, മന്ദരക്കിഴവിയായിരുന്നോ? ഈ അയോധ്യയിൽ എല്ലാവരുടെയും മനസമാധാനം കെടുത്തിയ വിഷമേ, ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പോ ഇവിടുന്ന്. ഓഹോ, ഇപ്പോഴും എന്റെ അടുത്ത് നിനക്ക് വല്ലാത്ത ദേഷ്യമാണല്ലേ? ആഹാ, അത് ശരി. നിന്നെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്നുള്ളത് എനിക്കറിയാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇത്രയും പാടുപെട്ടത്. ഇപ്പോഴും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്ത്? നിങ്ങൾ എന്റെ നന്മയ്ക്കായി പാടുപെട്ടെന്നോ? എന്താണ് എന്റെ നന്മ? സ്നേഹനിധിയായ കൈകേയി ദേവിയുടെ മനസ്സിൽ വിഷം വിതച്ച് അവരാൽ സ്നേഹസമ്പന്നമായി വളർത്തിയെടുത്ത മൂത്തപുത്രന്റെ പട്ടാഭിഷേകം നിങ്ങൾ തടഞ്ഞു കളഞ്ഞില്ലേ? അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ? ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കയ്യിൽ നിന്നും അയോധ്യയുടെ ഭരണം കബളിപ്പിച്ചെടുത്തതുകൂടാതെ അദ്ദേഹം വനവാസത്തിനു പോയി നീണ്ട 14 വർഷങ്ങൾ കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരം ചോദിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതും എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ? മഹാഭാവി, നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി മാത്രമല്ല, ജനിച്ചതു മുതൽ ഇതുവരെ കഷ്ടപ്പാട് എന്താണെന്ന് പോലും അറിയാത്ത എന്റെ ജ്യേഷ്ഠത്തി സീതയും സഹോദരൻ ലക്ഷ്മണനും കഷ്ടപ്പാടുണ്ടാക്കി വെച്ചില്ലേ? നീ പറയേണ്ടതെല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞോ? മാണ്ഡവി, ഈ മന്ദര ചെയ്തതെല്ലാം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചതിയായേ കാണുകയുള്ളൂ. അല്പാഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ മാത്രമേ എന്റെ പ്രവൃത്തി ഒരു ധർമ്മയുദ്ധം എന്നത് എല്ലാവർക്കും മനസ്സിലാകും. എന്ത് ധർമ്മയുദ്ധമോ? അതേ മകളെ, കൈകേയി വിവാഹിതയാകുമ്പോൾ തന്നെ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ രാജാവാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദശരഥ ചക്രവർത്തി അവൾക്ക് മാലയിട്ടത്. ഞാൻ കൈകേയിയുടെ വളർത്തമ്മയായതുകൊണ്ട് അവളുടെ മകന് ലഭിക്കേണ്ടതായ അവകാശം വേണമെന്ന് ഞാൻ തർക്കിച്ചു, ചോദിക്കാനും പറഞ്ഞു. രാമനോട് സ്നേഹമുള്ള അവളും എനിക്ക് തന്ന വാക്ക് ലംഘിക്കാൻ കഴിയാത്തതിനാൽ ദശരഥനോട് വരം ചോദിച്ചു വാങ്ങി. എന്നാൽ രാമൻ ആ വരത്തിനു വേണ്ടിയാണ് കാട്ടിലേക്ക് ചെന്നതെന്ന് ഞാൻ വിശ്വസിക്കില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പോയത്? വിവാഹസമയത്ത് ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട അമ്മയായ കൈകേയിക്ക് കൊടുത്ത വാക്ക് പുറത്തറിഞ്ഞാൽ തന്റെ പട്ടാഭിഷേകം തെറ്റായിട്ടുള്ള കാര്യമായി പോകുമോ എന്ന് മനസ്സിലാക്കിയാണ് പട്ടത്തെ ഉപേക്ഷിച്ചതും വനത്തിലേക്കും ചെന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ശരിയാണ്. ആ വരത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് പറഞ്ഞതായിട്ട് ചേച്ചി സീതയും വനത്തിലേക്ക് പോകുന്നതിനു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ രാമൻ ഭരതനെ ഭരണം വിട്ടുകൊടുത്തതിന്റെ കാര്യമെന്താണെന്ന്? ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജ്യേഷ്ഠൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് പട്ടം വിട്ടുകൊടുത്തു എന്നതറിഞ്ഞ് ഞാനും അങ്ങ് സമ്മതിച്ചേക്കാം. അത്രയും വലിയ മനസ്സുള്ള അദ്ദേഹത്തെ 14 വർഷങ്ങൾ വനവാസത്തിനു പോകാൻ വരം ചോദിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണോ? ദശരഥന്റെ വാക്കുപ്രകാരം രാജാംഗീകാരം കിട്ടിയ ഭരതൻ നാട് ഭരിക്കട്ടെ, രാജഋഷി ജനകന്റെ മരുമകനായ രാമൻ രാജഋഷിയായിട്ട് തിരിച്ചു വരട്ടെ, അതിനുവേണ്ടി തന്നെയാണ് അവൻ 14 വർഷത്തേക്ക് മാത്രം വനത്തിലേക്ക് പോകാൻ വരം ചോദിക്കാൻ പറഞ്ഞത്. അവനെങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ വനത്തിലിരിക്കട്ടെ എന്ന് വരം ചോദിക്കാൻ ഞാൻ പറയില്ലായിരുന്നോ? മുത്തശ്ശി, ഞാൻ പോലും നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ ഒരുപാട് ദേഷ്യപ്പെട്ടു. നീ എന്താടി, ഞാൻ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെട്ടതെന്ന് ആ ഭരതം പോലും മനസ്സിലാക്കിയില്ലല്ലോ. മാണ്ഡവി, ഹരിയാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വലിയ അനുഗ്രഹം കിട്ടിയ രാജാവ് ഇരിക്കുന്ന സ്ഥലമാണ്. അത് രാജാവില്ലാതിരിക്കുന്നത് വലിയ തെറ്റാണ്. ഒരു പെണ്ണിന് താലിയെപ്പോലെയാണ് മണ്ണിന് മഹാരാജാവിന്റെ ആവശ്യം. അതുകൊണ്ട് മരിച്ചുപോയ മഹാരാജാവിന്റെ ചടങ്ങുകളൊക്കെ തീർന്നതിനു ശേഷം മഹാറാണിയായിട്ട് നിന്നെ അരികിലിരുത്തിക്കൊണ്ട് ഭരതൻ
ആ അരിയാസനത്തിൽ രാജാവായി ഇരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ അവനാണെങ്കിലോ ഞാൻ പോകുന്ന എതിർദിശയിലല്ലേ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ മുത്തശ്ശി? മാണ്ഡവി, നീ കനകശില്പം പോലെ, കർപ്പക മലർ പോലെ അതീവ സുന്ദരിയായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യവതിയായ നിന്നോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് വിട്ടിട്ട് തന്റെ ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ടുവന്ന് അരിയാസനത്തിൽ ഇരുത്തുവാനായിട്ട് വനത്തിലേക്ക് പോകാൻ പോകുകയാണെന്ന് കേട്ടു. എങ്ങനെയാണ് പോകാൻ പോകുന്നത്? വീടൊക്കെ വിട്ടിട്ട് നിന്നോടൊപ്പമുള്ള ജീവിതവും കളഞ്ഞിട്ട് കാഷായ വസ്ത്രവും ധരിച്ച് പോകാൻ പോകുകയാണെന്ന്. സത്യമാണോ പറയുന്നത്? ഞാൻ എന്താ കള്ളം പറയാണെന്ന് വിചാരിച്ചോ? അതിരിക്കട്ടെ, ജ്യേഷ്ഠൻ നാട്ടിലേക്ക് വരാൻ വിസമ്മതിച്ചാൽ? ഭരതൻ തന്റെ ജ്യേഷ്ഠൻ രാമനോടൊപ്പം 14 വർഷങ്ങൾ വനത്തിൽ തന്നെ തങ്ങുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എങ്ങാനും ഭരതൻ അവിടെ താമസിക്കുകയാണെങ്കിൽ നിന്റെ ഈ സൗന്ദര്യം വെറുതെയായി പോവില്ലേ? നിന്റെ ആഭരണങ്ങളെല്ലാം തന്നെ വെറുതെയായി പോവില്ലേ? പിന്നീട് പന്തലില്ലാത്ത വള്ളിയെപ്പോലെ അവനെ പിരിഞ്ഞ് നീ ഇങ്ങനെ വിഷമിക്കേണ്ടി വരും. ഒരിക്കലും ആ അവസ്ഥ എനിക്ക് വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. വനത്തിലേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ യാത്രയെ ഞാൻ തീർച്ചയായും തടയും. നീ നിന്റെ പതിയുടെ യാത്രയെ തടഞ്ഞു നിർത്തണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയുകയും ചെയ്തു. ഇനി അവനെ ഈ രാജ്യത്തിന്റെ രാജാവാക്കേണ്ടത് നിന്റെ കഴിവാണ്. ഇതാ, ഞാൻ ഇപ്പൊ തന്നെ പോകുകയാണ്. വേണ്ട, അവൻ ദുഃഖത്തിലാണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ട് പോവണ്ട. കയ്യിൽ പഴവർഗ്ഗങ്ങൾ, ചുണ്ടിൽ മധുരമുള്ള വാക്കുകൾ, കണ്ണിൽ ശാന്തമായ നോട്ടം, ഇതോടൊപ്പം ചെന്നാൽ അവന്റെ മനസ്സ് മാറും. ശരി മുത്തശ്ശി, മുത്തശ്ശി പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്നാൽ ഞാൻ വരട്ടെ. ഭരതനെ എതിർക്കാനായിട്ട് മാണ്ഡവിയെ ഞാൻ പറഞ്ഞയച്ചു. ഇനി അടുത്തതായിട്ട് മനസ്സ് മാറ്റേണ്ടത് അവന്റെ അമ്മാവനെയാണ്. അത് ഞാൻ മാറ്റിയിരിക്കും. എത്രത്തോളം സമ്പത്തുണ്ടായാലും നാഥനില്ലാത്ത ഒരു നാടും കുടുംബവും എത്രത്തോളം കഷ്ടപ്പെടുമെന്ന് ദശരഥന്റെ മരണം തെളിയിച്ചിരിക്കുകയാണ്. ദേഷ്യക്കാരിയായ മന്ദരയുടെ വഞ്ചന കാരണം എന്റെ സഹോദരി കൈകേയി ധൃതി പിടിച്ചു വാങ്ങിയ വരം കാരണം ദശരഥന് സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നു. രാജാവാകേണ്ട രാമനാണെങ്കിൽ ആരണ്യകത്തിലേക്ക് പോകുകയും ചെയ്തു. അതിനുശേഷം ഈ രാജ്യം ഭരിക്കാൻ അവകാശമുള്ള ഭരതനാണെങ്കിൽ തന്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം കാരണം രാജപദവി ഏൽക്കാൻ മടിക്കുകയാണ്. മന്ത്രിമാരും കൂടാതെ വസിഷ്ഠമുനിയും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെ റാണിമാരും ഭർത്താക്കന്മാരെ പിരിഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ഭരതന്റെ അമ്മാവനായ ഞാനും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്നുവച്ച് മറ്റു ബന്ധുക്കളെപ്പോലെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. അതെ, ഒരിക്കലും പോകാൻ പാടില്ല. ഞങ്ങളുടെ കേകയി നാട്ടിലെ ഉദാജിത്ത് മഹാരാജാവിന് ഈ മന്ദരയുടെ നമസ്കാരം. ഇതാരാ? മന്ദരയോ? ആ, വരൂ. മന്ദരയാണ് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചത്. എന്നെയോ? അതെ, മന്ദരേ. ഈ അന്തഃപുരത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? കൈകേയി ഒന്നുമറിയാത്ത കുഞ്ഞായിരുന്ന കാലം മുതൽക്ക് അവളുടെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വരുന്നതുവരെ ഞാൻ അങ്ങയുടെ അന്തഃപുരത്തിലല്ലേ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുലത്തെക്കുറിച്ച് മന്ദരയ്ക്കറിയാമല്ലോ അല്ലേ? ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ അന്തഃപുരത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ കുലത്തെക്കുറിച്ച് അറിയാതിരിക്കോ? നന്നായിട്ടറിയാം. ഗുണം, വിദ്യാഭ്യാസം, ശീലം, ധനം, ദാനം, തപസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രേഷ്ഠമായത് നിങ്ങളുടെ കേകയ രാജകുലമാണ്.
എന്റെ പിതാവിനെക്കുറിച്ച്? ദയയുള്ള മനസ്സാണ്. ധർമ്മത്തെ ബഹുമാനിക്കുന്നയാൾ, തന്റെ ജീവനെപ്പോലെ മറ്റുള്ള ജീവനെയും ബഹുമാനിച്ച ആൾ, കേകയ രാജാവ് അശുപതി രാജാവെന്ന് ഈ ലോകം തന്നെ ബഹുമാനിച്ചിരുന്നു. അത്രയ്ക്ക് നല്ലവനായ അദ്ദേഹം നിന്നെ എന്തിനാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ ജോലിക്ക് വെച്ചത്? കൈകേയിയെ എല്ലാ കാര്യങ്ങളിലും ശ്രേഷ്ഠപതിയായി വളർത്തണമെന്നുള്ള ആ കഠിനമായ ഉത്തരവാദിത്വം അദ്ദേഹം എനിക്ക് തന്ന് എന്നെ ഈ കർത്തവ്യമേൽപ്പിച്ചു. ഞാനും എന്റെ കടമകളെ നന്നായിട്ട് തന്നെ ചെയ്തു. അന്ന് ചെയ്തു, അതില്ല എന്ന് നാമം പറയുന്നില്ല. മന്ദരേ, ഞങ്ങളുടെ മാതാവിനെക്കുറിച്ച് അറിയാമല്ലോ. അങ്ങും കൈകേയിയും വളരെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഒരു ദിവസം അങ്ങയുടെ അമ്മ വനം കാണാനായിട്ട് മഹാരാജാവിന്റെ കൂടെ പോയിരുന്നു. അവിടെ ഒരു പുലി വന്ന് മഹാറാണിയെ കൊന്നുകളഞ്ഞു. പാവം. മഹാറാണി വളരെ നല്ലവളായിരുന്നു. രാജാവിനെ പോലെ തന്നെ ദയാലവും നല്ലവളുമായിരുന്നു. കൊട്ടാരത്തിൽ വളരെയധികം പുകഴ്ത്തി സംസാരിച്ചു. നാട്ടിലെ പ്രജകളും പുകഴ്ത്തി സംസാരിച്ചായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ കുടുംബമഹിമയ്ക്ക് വേണ്ടി എന്റെ പിതാവ് കെട്ടിച്ചമച്ച കഥകളാണ്. എന്നാൽ സത്യങ്ങൾ വിപരീതമാണ്. എന്റെ മാതാവ് ഒരഹങ്കാരിയായിരുന്നു. അവരുടെ ദുർഗുണങ്ങൾ അറിയാതെ അവരെ വിവാഹം കഴിച്ച എന്റെ പിതാവ് കുടുംബജീവിതത്തിനിടയ്ക്ക് തന്റെ ഭാര്യയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി. എന്നാൽ അത് കൊട്ടാര നിവാസികൾ, എന്തിന് രാജ്യത്തെ ജനങ്ങൾ പോലും അറിയാതെ വളരെ തന്ത്രപൂർവം അത് മറച്ചുവെച്ചു. അടക്കവും ഒതുക്കവുമില്ലാത്ത ആ മാതാവിന്റെ ഗുണങ്ങളൊന്നും തന്റെ മകളായ കൈകേയിക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് അച്ഛനവളെ വളർത്തിയത് തന്നെ. നീയും നന്നായി തന്നെയാണ് അവളെ വളർത്തിയത്. എന്നാൽ ഇന്ന് സ്വന്തം മാതാവിനെപ്പോലെ തന്നെ ക്രൂരയായ സ്ത്രീ എന്നൊരു പേര് നീ വാങ്ങിക്കൊടുത്തില്ലേ? ഇതാണോ നീ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരം? അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രാമൻ അനന്തന്റെ അവതാരമായി ജനിച്ചതാണ്. അങ്ങനെ അവൻ അവതരിച്ചത് അസുരന്മാരെ നശിപ്പിച്ച് നല്ലവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അവൻ അയോധ്യയ്ക്ക് രാജാവായി കഴിഞ്ഞാൽ അവന്റെ അവതാര മഹിമ നശിച്ചുപോവും. അതിനുവേണ്ടിയാണ് രാമന്റെ പട്ടാഭിഷേകത്തെ തടഞ്ഞു നിർത്ത് എന്ന് ദേവേന്ദ്രനാണ് എന്നോട് പറഞ്ഞത്. സത്യമാണോ? അതെ, ആ ദേവേന്ദ്രന്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ കൈകേയിയെ കരുവാക്കിയത്. ലോകം തന്നെ പഴി പറഞ്ഞാലും അവളൊരു നല്ല കാര്യത്തിനു വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന നല്ല മനസ്സോടെയാണ് ചെയ്തത്. ശരി, ഈ സത്യങ്ങളൊക്കെ നീ കൈകേയിയെ അറിയിച്ചായിരുന്നോ? പറയുമായിരുന്നു. രാമനോടുള്ള സ്നേഹത്താൽ ദേവേന്ദ്രന്റെ വാക്കുകളെ തിരസ്കരിച്ച് പട്ടാഭിഷേകം നടത്തുമായിരുന്നു അവൾ. മന്ദരേ, ഈ സത്യങ്ങൾ അറിയാത്ത ഞാൻ പോലും നിന്നെ വളരെയധികം തെറ്റിദ്ധരിച്ചു പോയി. അതെന്റെ മകന്റെ ദേഷ്യമാണെന്ന് ഞാൻ കരുതാം. അങ്ങയെപ്പോലെ തന്നെ സത്യങ്ങൾ അറിയാത്ത ഭരതൻ കാട്ടിൽ പോയി തന്റെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കണം എന്ന ചിന്തയോടെ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെയോ? അതെ. എങ്ങനെയെങ്കിലും അവൻ വനത്തിലേക്ക് ചെല്ലാതെ തടുത്തു നിർത്തി ഈ അയോധ്യയ്ക്ക് രാജാവാക്കാൻ പാടുപെടണം. അങ്ങനെ നമ്മുടെ കേകയ രാജ്യം പ്രശസ്തമാകണം. മന്ദരേ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. വളരെ നന്ദിയുണ്ട്. ഞാൻ പോയി വരാം. സ്വാമി, സ്വാമി, വരൂ മാണ്ഡവി. എന്താണിത്? തവക്കോല അണിഞ്ഞിരിക്കുകയാണല്ലോ. വനവാസത്തിനായി പോയിരിക്കുന്ന എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരണം എനിക്ക്. സ്വാമി, ഇങ്ങോട്ടൊന്ന് നോക്കൂ. പഴവർഗ്ഗങ്ങളും എന്റെ ഹൃദയത്തിൽ അങ്ങയും താങ്ങിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു യോഗിയാകാനാണ് ആഗ്രഹിക്കുന്നത്. സ്വാമി,
എന്താണ് ഈ പറയുന്നത്? അതെ മാണ്ഡവി, എന്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി ഇനിയുള്ള കാലം മുഴുവനും തപസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ആഗ്രഹങ്ങളൊക്കെ ത്യജിക്കാൻ പോകുകയാണോ? ആ ജീവിതം നമുക്ക് എന്തിനാണ് പ്രഭോ? അതിന്റെ ആവശ്യമെന്താ? എന്റെ മനസ്സിൽ ലോക ഇച്ഛകൾ കുടികൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. അത് വളർന്നാൽ എല്ലാ ആഗ്രഹങ്ങളും കൂടി എന്നെ കീഴ്പ്പെടുത്തിക്കളയും. പിന്നീട് എന്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രമൂർത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ രാജാവാക്കണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ നിന്ന് എന്നെ വിട്ടുപോവില്ലേ? അതിനാൽ എന്റെ ലക്ഷ്യം നിറവേറും വരെ ഒരു താപസനായി തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജ്യേഷ്ഠൻ തിരിച്ചു വരാൻ വിസമ്മതിച്ചാൽ ഞാൻ അദ്ദേഹത്തിനൊപ്പം വനത്തിൽ തന്നെ താമസിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ? നീ അയോധ്യയിൽ തന്നെ തങ്ങി അമ്മമാരെ ശുശ്രൂഷിക്കണം. എന്താ? 14 വർഷങ്ങൾ ഞാൻ തനിച്ചിരുന്നിട്ട് വെളിച്ചമില്ലാത്ത ദീപം പോലെ എരിയാൻ പറയുകയാണോ? കഴിയില്ല പ്രഭോ, കഴിയില്ല. അങ്ങയുടെ കടമകളൊക്കെ മറന്ന് എന്നെ ഇരുട്ടിലേക്ക് തള്ളിവിടരുത്. എന്റെ കടമയോ? എന്താണത്? അങ്ങ് മറന്നുപോയോ പ്രഭോ? മാതാപിതാക്കളുടെ കടമകൾ നിറവേറ്റുന്നത് അങ്ങയുടെ കടമയല്ലേ? അതുപോലെ തന്നെ ഭാര്യയുടെ സ്നേഹമൊക്കെ നിറവേറ്റേണ്ടതും അങ്ങയുടെ കടമ തന്നെയല്ലേ? ഇത് രണ്ടും മറന്നിട്ട് അങ്ങ് ചെല്ലുമെന്ന് പറഞ്ഞത് എന്തിനാണ്? ഞാൻ ഒരിക്കലും എന്റെ കടമകളെ മറന്നിട്ടുമില്ല, ഇനി മറക്കുകയുമില്ല. എന്തിനാണ് സത്യം ഇങ്ങനെ മറച്ചുവെക്കുന്നത്? അങ്ങ് മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ സമയം അങ്ങയുടെ ശിരസ് ഈ അയോധ്യയുടെ രത്നകിരീടം അത് അലങ്കരിക്കുമായിരുന്നു. ഇവിടത്തെ മണ്ഡപത്തിൽ ഞാൻ അങ്ങയോടൊപ്പം ഗംഭീരമായിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ? അങ്ങയുടെ ചേട്ടനില്ലാത്ത ഈ 14 വർഷവും ആ സിംഹാസനം ഒഴിഞ്ഞിങ്ങനെ കിടക്കാനല്ലേ പോകുന്നത്? ആശാനില്ലാത്ത വിദ്യയും രാജാവില്ലാത്ത ഭരണവും ഒരു പ്രയോജനവും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സിംഹാസനത്തെ പ്രയോജനമുള്ളതാക്കാൻ അങ്ങ് തന്നെ അതിലിരുന്നാലെന്താ? മാണ്ഡവി, ജ്യേഷ്ഠൻ വനത്തിലേക്ക് പോയിരിക്കാം. എന്നാലും അയോധ്യ എന്ന പൂങ്കാവനത്തിന് യജമാനൻ അദ്ദേഹമാണ്. അദ്ദേഹം തിരികെ ഇവിടെ എത്തും വരെ ഞാനിതിന്റെ കാവൽക്കാരൻ മാത്രമായിരിക്കും. കാവൽക്കാരനാണ് ഭരത. രാജ്യം ഒരു പൂന്തോട്ടം, നീ അതിന് കാവൽക്കാരൻ. യജമാനന് ദ്രോഹം ചെയ്യാൻ പാടില്ല എന്ന് നീ പറയുന്നു. ന്യായം തന്നെയാണ്. എന്നാൽ നിന്നെ വിശ്വസിച്ച് വന്ന ഭാര്യയോട് നീ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ്? ഇതിലെന്താണ് ഭരത ന്യായം? അമ്മാവാ, ഭർത്താവിന്റെ എല്ലാ പ്രവൃത്തികളിലും നന്മകൾ കാണുന്നതാണ് ഉത്തമയായ ഒരു ഭാര്യയ്ക്ക് വേണ്ടത്. എന്നുവെച്ചാൽ ഈ എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹവും ഉണ്ടാകാൻ പാടില്ലെന്നാണോ പറയുന്നത്? ഉണ്ടാവാം, അതുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു രഥത്തിൽ പൂട്ടിയ 2 കുതിരകൾ അവ തനിച്ച് വെവ്വേറെ പാതകളിൽ പോകാൻ പാടില്ല. വെവ്വേറെ പാതകളിൽ പോകുന്നത് നിങ്ങളാണോ ഞാനാണോ? എന്താ? നിന്നെ വിട്ടിട്ട് തനിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നോ? അതെ. ലോലമായ മണലെടുത്ത് പാതയെങ്ങും പരത്തി തേനൂറും മലരുകൾ ആ മണലിനു മുകളിൽ വിതറി വെള്ള വിശറി വീശാൻ 2 പേർ, വെള്ളക്കുട പിടിച്ച് കൂടെ നടന്നു വരാൻ 2 പേർ, ഹൃദയം സന്തോഷിക്കുന്ന രീതിയിൽ ഭർത്താവിനോടൊപ്പം നടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന എന്നെ വിട്ടിട്ട് കല്ലും മുള്ളും നിറഞ്ഞിരിക്കുന്ന കാട്ടിലേക്ക് കഷ്ടപ്പെട്ട് നടന്നു ചെല്ലുവാൻ ശ്രമിക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? കിളികൊത്താത്ത പഴങ്ങൾ നോക്കിപ്പറിച്ചെടുത്ത് കിണ്ണത്തിൽ കാച്ചിയെടുത്ത പാലുമായി മാണിക്യക്കല്ലുപോലെ മാതളങ്ങൾ ഉതിർത്തെടുത്ത് വെള്ളിത്തട്ടത്തിൽ എടുത്തുവന്ന ഞാൻ ഒരുപാട് നേരം കാത്തിരുന്നപ്പോൾ എല്ലാവരെയും വെറുപ്പിച്ച് ആത്മാവിനെ ജയിക്കാൻ വേണ്ടി എല്ലാം ത്യജിക്കണമെന്ന് തത്വങ്ങൾ പറഞ്ഞ് തനിവഴിയെ പോകണമെന്ന് വിചാരിക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? അമ്മിളിയുടെ വരവിനായി കാത്തിരിക്കുന്ന ഈ കൊട്ടാരം, അതിൽ ആനക്കൊമ്പാൽ ശില്പികൾ കൊത്തിയെടുത്ത അലങ്കാരമെത്തകൾ, നിലവിനെ കാണുന്ന മുറ്റം, അവിടെ നാണിച്ചു നിൽക്കുന്ന പൂങ്കൊടികൾ, നാണിച്ചു നിൽക്കുന്ന പൂങ്കൊടികൾക്കിടയിൽ നുഴഞ്ഞു ചെല്ലുന്ന ചന്ദനത്തിന്റെ വാസനപ്പുക, മണത്തോട് മണം ചേർക്കുന്ന മലർമെത്തകൾ, അവിടെ നിങ്ങൾക്ക് കാലമർത്തി എല്ലാ സുഖങ്ങളും തരുവാനുള്ള പത്നി. ഇത്രയും ഉള്ളപ്പോൾ നാദിയില്ലാത്ത ഒരു സന്യാസിയെപ്പോലെ നാടുവിട്ടു പോകാൻ വിചാരിക്കുന്ന അങ്ങാണോ ഐക്യത്തെക്കുറിച്ച് എന്നോട് ഉപദേശിക്കാൻ പോകുന്നത്?